മാതൃഭൂമിയും ഫെഡറൽ ബാങ്കും ചേർന്നൊരുക്കുന്ന സ്പീക്ക് ഫോർ ഇന്ത്യയുടെ ഗ്രാൻഡ് ഫിനാലെ കൊച്ചിയിൽ നടക്കുകയാണ്. അതിന്റെ സമ്മാനദാന ചടങ്ങിലേക്ക് ചില കീഴ്വഴക്കങ്ങളാകുമ്പോൾ ആദ്യം തന്നെ വിന്നറിനെ അനൗൺസ് ചെയ്താൽ അതിൻ്റെ ഒരു പഞ്ച് പോകില്ലേ. അപ്പൊ അതുകൊണ്ട് ആദ്യം റണ്ണറപ്പിനെ തന്നെ നമുക്ക് അനൗൺസ് ചെയ്യാം. അതിനായിട്ട് അനൗൺസ്മെന്റിനായിട്ട് മിസ്റ്റർ ശശിധരൻ CMനെ ഞാൻ സർ അനൗൺസ് ചെയ്യുന്നു. ചീഫ് ഗസ്റ്റ് സമ്മാനം കൊടുക്കുന്നു. ഓക്കെ, അപ്പൊ ഞാൻ ആ പേര് തരട്ടെ. നിങ്ങൾ എന്തിനോട് ഡിസൈഡ് ചെയ്തോളൂ. നോ പ്രോബ്ലം. റണ്ണറപ്പിന്റെ പേര് നമ്മുടെ ശശിധരൻ സാറിന്റെ അടുത്തുണ്ട്. അനൗൺസ് ചെയ്യാൻ പോവുകയാണ്. അതായത് റണ്ണറപ്പ് വിന്നറിന് തൊട്ട് പിറകെയുള്ള ആൾ റണ്ണർ ഔട്ട്. So I'm just going to announce, as I mentioned in my speech earlier, all are winners. So this is something, you know, I should not, disappoint anyone. It is like whenever there is a competition, you know, we cannot make everyone number one. So there will be some kind of a grading. So that's what is happening. All of you are brilliant, absolutely brilliant. So runner-up I announce it is Tejas Krishna SD. തേജസ് കൃഷ്ണയാണ് റണ്ണറപ്പ് ആയിട്ട് സെലക്ട് ആയിരിക്കുന്നത്. തേജസ്, കൺഗ്രാറ്റുലേഷൻസ്. തേജസിനുള്ള മെമന്റോ സമ്മാനിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ചീഫ് ജസ്റ്റിസ് ആണ്. ക്യാഷ് പ്രൈസ് ആയിട്ട് കിട്ടുന്നത് 1.5 lakh rupees ആണ് തേജസിന്. സോ ആ ചെക്ക് സമ്മാനിക്കാനായി ശശിധരൻ സാറോട് റിക്വസ്റ്റ് ചെയ്യുന്നു. 1.5 lakhsന്റെ ചെക്കാണ് സമ്മാനിക്കുന്നത്. ആദ്യം മെമന്റോ സമ്മാനിക്കാം. തേജസ് ആണ് സ്പീക്ക് ഫോർ ഇന്ത്യ സീസൺ 9 runner-up. And 1.5 ലക്ഷം രൂപയുടെ ക്യാഷ് പ്രൈസ് ആണ് തേജസിന് സമ്മാനമായിട്ട് കിട്ടുന്നത്. ആൻഡ് തേജസിനുള്ള സർട്ടിഫിക്കറ്റ് സമ്മാനിക്കാനായി ദേവികയെ ക്ഷണിക്കുന്നു. തേജസ് പോകരുത്, നമുക്ക് ഫോട്ടോ സെഷൻ ഒക്കെ ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ കാത്തിരുന്ന ആ മൊമെന്റ് ആണ് സുഹൃത്തുക്കളെ. വിന്നർ അനൗൺസ്മെന്റ് എന്റെ കയ്യിലുണ്ട്. ആരാണ് വിന്നർ എന്നുള്ളത് നമ്മുടെ ചീഫ് ഗസ്റ്റ് തന്നെ അനൗൺസ് ചെയ്യട്ടെ അല്ലേ. സോ പ്ലീസ്. I really wanted it to be one of the ladies, but it is Adarsh. കാര്യങ്ങളെ സിമ്പിൾ ആയിട്ട് ലൈറ്റ് ആയിട്ട് എടുക്കുന്ന ആദർശ് ആണ് ഇന്നത്തെ വിന്നർ, ടൈറ്റിൽ വിന്നർ ഓഫ് സ്പീക്ക് ഫോർ ഇന്ത്യ സീസൺ 9. നമ്മുടെ ചീഫ് ഗസ്റ്റ് മൊമെന്റോ നൽകുകയാണ്. ഒപ്പം തന്നെ എന്താണ് ആദർശിന് കിട്ടുന്ന ക്യാഷ് പ്രൈസ്? 2.5 lakh rupees ആണ് ആദർശിന് കിട്ടുന്ന ക്യാഷ് പ്രൈസ്. ഒപ്പം സർട്ടിഫിക്കറ്റും. ദേവിക പ്ലീസ്. സോ ഇനി 4 ഫൈനലിസ്റ്റുകളും ചേർന്നുകൊണ്ടുള്ള ഒരു ഫോട്ടോ സെഷൻ ആവാം. എല്ലാവരും ഫ്രണ്ടിലേക്ക് വരൂ. വിത്ത് ജഡ്ജസ്, നമ്മളുടെ ചീഫ് ഗസ്റ്റ്, എല്ലാവർക്കും ഒപ്പമുള്ള ഒരു ഫോട്ടോ സെഷൻ.
സ്വന്തം എഫേർട്ടിന് കിട്ടിയ ഹാർഡ് വർക്കിന് കിട്ടിയ സമ്മാനങ്ങൾ തീർച്ചയായിട്ടും പുറത്തേക്ക് കാണിച്ചുകൊണ്ട് തന്നെ നിൽക്കണം. Be proud guys. വിജയികളെയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ച അരുൺ ശങ്കർ നമുക്കൊപ്പം. അരുൺ, വളരെ വാശിയേറിയ പോരാട്ടമായിരുന്നു. ഓരോ സോണൽ മത്സരങ്ങളിലും വേറുറ്റ മത്സരം നടന്നു. എങ്ങനെയായിരുന്നു ഇതുവരെയുള്ള മത്സര ചൂട്? ആരൊക്കെ സമ്മാനിതരാകുന്നു? ഫെഡറൽ ബാങ്ക് സ്പീക്ക് ഫോർ ഇന്ത്യയുടെ മാതൃഭൂമിയോട് സഹകരിച്ച് നടത്തുന്ന സ്പീക്ക് ഫോർ ഇന്ത്യയുടെ ഈ വർഷത്തെ വിജയം, അത് 9ാം ഡിവിഷനിലെ വിജയിയായിട്ട് കേരള യൂണിവേഴ്സിറ്റിയിലെ HS ആദർശയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ റണ്ണറപ്പ് ആയിരിക്കുന്നത് തേജസ് ആണ്. വാശിയേറിയ മത്സരമായിരുന്നു നടന്നത്. ഗ്രാൻഡ് ഫിനാലയിൽ 8 പേരായിരുന്നു മത്സരിക്കുന്നത്. ആ 8 പേരിൽ നിന്ന് അവസാന റൗണ്ടിലേക്ക് 4 പേരെയാണ് തിരഞ്ഞെടുത്തത്. ആ 4 പേരിൽ നിന്നാണ് മത്സര വിജയം തീരുമാനിച്ചത്. നാല് തട്ടുകളിലായിട്ടായിരുന്നു മത്സരം നടന്നത്. ആദ്യം ജില്ലാ തലത്തിലും, പിന്നെ ഒരു സോണൽ തലത്തിലും, പിന്നെ സെമി ഫൈനലിലും, പിന്നെ അവസാനം ഗ്രാൻഡ് ഫൈനലും നടക്കുകയായിരുന്നു. കേരളത്തിലെ കോളേജ് വിദ്യാർത്ഥികൾക്കിടയിലെ ഏറ്റവും മികച്ച സംവാദ പരിപാടിയാണ്. തങ്ങളുടെ ആശയങ്ങളും വാദങ്ങളും സമഗ്രമായി അവതരിപ്പിക്കുന്ന ഒരു പരിപാടിയാണ്. ഓരോ വിഷയങ്ങൾ നൽകുകയും ആ വിഷയങ്ങൾക്ക് അനുകൂലമായും പ്രതികൂലമായും സംസാരിക്കണം. അതോടൊപ്പം തന്നെ ആ വിഷയത്തിലൊരു വാദപ്രതിവാദവും നടത്തേണ്ടിയിരുന്നു. അങ്ങനെയാണ് ഈ മത്സരം മുന്നോട്ട് പോയത്. ആ മത്സരത്തിലാണ് ഇപ്പോൾ ആദർശ് വിജയിയായിരിക്കുന്നത്. അങ്ങനെ സ്പീക്ക് ഫോർ ഇന്ത്യ, ഫെഡറൽ ബാങ്ക് സ്പീക്ക് ഫോർ ഇന്ത്യ മാതൃഭൂമി സ്പോൺസർ ചെയ്യുന്ന മത്സരത്തിൽ ആദർശാണ് വിജയിയായിരിക്കുന്നത്. ശരി, അരുൺ ശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. ഹിമ, സിവിൽ സർവീസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന യുവതലമുറയിലെ ഒരു കൂട്ടമാണ് ഈ മത്സരങ്ങൾക്ക് അണിനിരുന്നത്. ഭാവിയിൽ ഇവരെയൊക്കെ നമ്മൾ ആ നിലയ്ക്ക് കൂടി കാണാനിരിക്കുന്നതാണ്, അതിവിദൂരമല്ലാത്ത ഭാവിയിൽ തന്നെ.